കുറി വരച്ചാലും കുരിശ് വരച്ചാലും വിട്ട് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെയാണെങ്കിൽ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ എന്താണ് കാരണം എന്നാണ് ചോദ്യം. സ്റ്റേജിലേക്ക് വാ, നിങ്ങളെ കാണട്ടെ. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച കേക്കുകളും അതുപോലെ തന്നെ ഡെസേർട്ടുകളും അതുപോലെ തന്നെ വിവിധ ഇനങ്ങളായിട്ടുള്ള ബേക്കറി ഐറ്റംസുകൾ തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിനെ മറ്റൊരു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ മൈക്ക് ആക്ഷനെ കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ ആധികാരികത തീർച്ചയായിട്ടും അലനല്ലൂർക്കാർക്കാണ്. അപ്പോൾ ആ അലനല്ലൂരിന്റെ പ്രതിനിധിയായിട്ട് പ്രിയപ്പെട്ട ബാബു മൈക്രോഫോൺ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് ആശംസകൾ നേരുകയാണ്. ആവശ്യമുള്ളപ്പോൾ മനുഷ്യരെയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തിരിക്കും. എന്താണത്? ലിയർ പാട്ട് പാടുന്ന ആളല്ലേ? പാട്ടിടില്ല. ഓക്കെ, ലിയക്ക് നല്ലൊരു കൈ എടുക്കാം. ലിയ കമ്മിറ്റി തന്നെയല്ലേ, കുടുംബ ഫാമിലി മെമ്പർ ആണോ? ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലിയക്ക് അലനല്ലൂരിൽ നിന്ന് വന്ന ആ മൈക്ക് ആക്ഷന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ ശബ്ദം ആരുടെയാണ് എന്നല്ല ചോദ്യം. ആരുടെയാണത്? ആരുടെ? അവിടുന്ന് ഇങ്ങനെ കയ്യുമൊക്കെ നിൽക്കുക പ്രേം നസീർ എന്ന് പറയും. കിളി നീ എന്നിലെ വർണ്ണക്കന വേറി വന്നു, അന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ഈ ശബ്ദമാണ് ഞാൻ അനുകരിച്ചത്. ഈ ശബ്ദം അനുകരിക്കുന്ന ആളുകൾക്ക് 2 ഗിഫ്റ്റ് ചോദിച്ചത്. കൊടിയേറാണ് നിറനിറ ചോളം തൊയ്യാൻ